അല്ലേ? അവര് തിരിച്ചു തന്നാലും ഇല്ലെങ്കിലും. പിന്നെ വാങ്ങിച്ചവരുടെ ഒരു ഉത്തരവാദിത്തമാണ്, അവരെ കൊണ്ട് കഴിയുമെങ്കിൽ തിരിച്ചു കൊടുക്കണം. ചിലപ്പോൾ പറ്റിയില്ലായിരിക്കാം. പക്ഷെ ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചു കൊടുക്കരുത്. ഒരു കുഞ്ഞു ജനിച്ചു, കൊണ്ട് പറ്റുമെങ്കിൽ സ്വർണ്ണം വാങ്ങിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പോയി ഒരു നൂല് കെട്ടി കൊടുത്ത് പോന്നാൽ മതി, അല്ലെങ്കിൽ അതും വേണ്ട. ഇതെന്താ ചെയ്യാ? അരപ്പവും കൊടുക്കും. മോളെ കല്യാണം വരുന്നുണ്ട്, അപ്പൊ ഒരു പവനായിട്ട് ഇത് കിട്ടൂലേ, അപ്പൊ ആ കാര്യങ്ങൾ ലാഭമായല്ലോ. ഈ നിയത്തം വെച്ചിട്ടാ കൊടുക്കണത്. പോയി മക്കളെ, പോയി, കാശ് പോയി, അള്ളാഹിന്റെ അടുത്ത് കിട്ടൂല. അത് ദയവ് ചെയ്ത് ഈ മാമൂല്, ഈ സുന്നത്ത് ചെയ്യും. എങ്ങനെ? നിങ്ങൾ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നു, അൽഹംദുലില്ലാ, അവര് പറ്റുകയാണെങ്കിൽ ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണ്. നമ്മൾ ചെയ്തത് അള്ളാഹുവിന് വേണ്ടി, തിരിച്ചു കിട്ടാനല്ല. തിരിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ അള്ളാഹുക്ക് വേണ്ടി മാത്രം കൊടുത്തോളി, എന്നല്ലാതെ മാമൂലിന് വേണ്ടി കൊടുത്താൽ കാശങ്ങ് പോയി പോകും. അള്ളാഹുവിന്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. തഹാദു തഹാബു, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കണം. ആ ഹദിയകൾ നിങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കും. സ്നേഹം വർദ്ധിപ്പിക്കും. അത് ചെറിയൊരു ഭക്ഷണമാവട്ടെ, ഒരു ചെറിയ ഒരു പൂവായിരിക്കട്ടെ. അങ്ങനെ കണ്ടല്ലോ, നിങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറിയാണ്, അതിനൊന്നും ഹറാമും വിധത്തൊന്നുമില്ല. ഒരു സമ്മാനം കൊണ്ട് കൊടുത്തു നിങ്ങളുടെ ഭാര്യയ്ക്ക്, എന്താ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഉമ്മയും വാപ്പയും കല്യാണം കഴിഞ്ഞ ദിവസമാണ്, ആയിക്കോട്ടെ, ഉമ്മാക്കും വാപ്പാക്കോ 70-80 വയസ്സായിട്ടുണ്ടാവും, എന്നാലും ഒരു സന്തോഷത്തിന് രണ്ടാൾക്കും 2 മുണ്ടും വസ്ത്രങ്ങളൊക്കെ ഉമ്മാക്ക് വാങ്ങിച്ചു കൊടുത്തു. മാഷാ അല്ലാഹ്, സന്തോഷമാണ്. മക്കൾ ഉമ്മാക്കും വാപ്പാൻ കൊടുക്കുന്ന സമ്മാനങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നമുക്കത് അറിയുന്ന പോലും ഉണ്ടാവില്ല. നമുക്ക് തന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അറിയാറില്ല. ദിവസം കഴിഞ്ഞതിന് ശേഷം ഓ കഴിഞ്ഞ മാസമായിരുന്നല്ലേ എന്ന് ആലോചിക്കാറുള്ളത്. പക്ഷേ ചില വിശേഷപ്പെട്ട ദിവസങ്ങൾ ഓർത്തു വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സന്തോഷം ഉണ്ടാവട്ടെ, സമ്മാനങ്ങൾ കൈമാറണം. തഹാദു, നിങ്ങൾ ഹദിയകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. ഉഹ്ദു എന്നല്ല, ഉഹ്ദു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാന്ന. തഹാദു, അങ്ങോട്ടും കൊടുക്കണം, ഇങ്ങോട്ടും കിട്ടുകയും വേണം. നിങ്ങൾ അങ്ങനെ രണ്ടും സ്നേഹങ്ങൾ കൈമാറണം. തഹാബു, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവും. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫഇന്നൽ ഹദിയത തുദഇഫുൽ ഹുബ്ബ വതദ്ഹബു ബിഗവാഇലിസ് സുദൂർ. നിങ്ങളുടെ സ്നേഹം ഇരട്ടിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്തെങ്കിലും ചില വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ, ആ പിണക്കങ്ങളെ മായ്ച്ചു കളയാനും നിങ്ങളുടെ സമ്മാനം കൊണ്ട് സാധ്യമാകും. ആവൂലേ? നല്ലൊരു സമ്മാനം കൊടുക്കുക. iPhone 14 Pro Max നമുക്ക് കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, എന്നാലും കഴിയുന്നൊരു ചെറിയ സഹായം. നമ്മളുമായി ആരെക്കുറിച്ചെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു വിഷമുണ്ടെങ്കിൽ ആ ആളുകൾക്കൊരു സമ്മാനം കൊടുക്കുക. ആ സമ്മാനത്തിലൂടെ കഴിഞ്ഞകാല കറകളൊക്കെ മറന്നുപോകും. പുണ്യനബി പറയാ, എത്ര നല്ല ഉപകാരമുള്ളൊരു ഉപദേശമാണിത്. നിങ്ങൾ തമ്മിലുള്ള കുടുംബ വഴക്കുകൾ എല്ലാ വീട്ടിലും ഉണ്ടാവും, എല്ലാ കുടുംബത്തിലും നാട്ടിലും കാണും. അത് പരിഹരിക്കണമെങ്കിൽ ഒരു സമ്മാനം, ഒരു സർപ്രൈസ് സമ്മാനം നിങ്ങൾ നൽകണമേ. ഫഇന്നഹു തുളഇഫുൽ ഹുബ്ബ വതദ്ഹബു ബിഗവാഇലിസ് സുദൂർ. നിങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന വിഷമങ്ങളെ അത് പരിഹരിക്കാനിടയാവും. മൻ സുനിഅ ഇലൈഹി മഅറൂഫൻ ഫഖാല ലിഫാഇലിഹി. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ ആ ഉപകാരം ചെയ്ത ആളോട് ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയുകയാണെങ്കിൽ ഫഖദ് അബ്ലഗ ഫിത്തനാ, ആ മനുഷ്യനെ മുക്തകണ്ഠം പ്രശംസിച്ചതിന് തുല്യമാണ് അത്. നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല. ഒരാൾക്ക് തിരിച്ച് സമ്മാനം കൊടുക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തന്നവർക്ക് വേണ്ടി തിരിച്ചൊരു ദുആ ചെയ്തു കൊടുക്കണം. ആ ദുആ ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഇതിലും നല്ലത് പ്രതിഫലമായി തിരിച്ചു തരട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ചില പാവപ്പെട്ട ആളുകൾ നമ്മൾ അവരെ സഹായിക്കുന്നു, അത് വാങ്ങിച്ച് അവർ സ്വീകരിക്കുമ്പോൾ തിരിച്ചു നൽകാൻ അവരെ കൊണ്ട് കഴിയില്ല. അവർ പറയണം ജസാകുമുല്ലാഹു ഖൈറാ, നിങ്ങൾക്ക് അല്ലാഹു ഇതിന് ഖൈർ ചെയ്യട്ടെ എന്ന് അതിന് മറുപടിയായി പറയണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹാദൂ, നിങ്ങൾ സമ്മാനം കൊടുക്കണമേ. ഫഇന്നൽ ഹദിയ തുദ്ഹിബു വഹ്റസ് സുദ്രി, ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ കറകളെ ഇല്ലായ്മ ചെയ്യും. എന്നിട്ട് പറയുന്നു, വലാ തഹ്തിറന്ന ജാറത്തുൽ ലിജാറതിഹാ, ഒരു പെണ്ണും ഒരു വീട്ടുകാരിയും തന്റെ അയൽപക്കത്തെ വീട്ടുകാരെ നിസ്സാരമായി കാണരുത്. വലൗകാന ശിഖ്ഖ ഫിർസിൻ ഷാഹ്, നിങ്ങളുടെ വീട്ടിൽ ഒരു ആടിന്റെ മാംസം വന്നാൽ, അത് എന്ത് മാംസാവട്ടെ, വിശേഷപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കാലിന്റെ മാംസമില്ലാത്ത എല്ലാണ് നിങ്ങളുടെ വീട്ടിൽ ബാക്കിയുള്ളതെങ്കിൽ പോലും നിങ്ങളുടെ അയൽവാസിക്ക് അതിൽ നിന്നൊരു ഓഹരി കൊടുക്കാൻ നിങ്ങൾ മടി കാണിക്കരുതേ. അയൽപക്കത്ത് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കറി വെച്ചു കഴിഞ്ഞാൽ ഒരൽപ്പം കറി, ഒരു ചെറിയ കറിപ്പ, അത് ഉമ്മാക്കുള്ളതാണ് അല്ലെ ഉപ്പാക്കുള്ളതാണ്, അത് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, പൊറുക്കണേ, അത്രേ ഉള്ളൂ.
എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. വീട്ടുകാർക്ക് മുഴുവൻ വിളമ്പി കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന വിശേഷപ്പെട്ട ഭക്ഷണങ്ങളിൽ നിങ്ങളുടെ അയൽപക്കത്തെ വീടുകളിലേക്ക് ഒരു ചെറിയ കറിയുടെ കപ്പെങ്കിലും നിങ്ങൾ കൊടുക്കാൻ മറന്നു പോവരുതേ. മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ ഉപദേശമാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അയൽപക്കങ്ങളെ ബന്ധങ്ങളുണ്ടോ? നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? അവർക്ക് ദാരിദ്ര്യമുള്ള പേരിലല്ലാതെ നിങ്ങളുടെ അയൽപക്ക ബന്ധങ്ങളിൽ വിള്ളലില്ലാതിരിക്കാൻ, അല്ലെങ്കിൽ അസൂയ വരും, പ്രശ്നങ്ങളുണ്ടാവും, സിഹർ ചെയ്യും, കണ്ണേറ് കൊള്ളും, പല വിഷയങ്ങളുണ്ടാവും. അതൊക്കെ തടയണമെങ്കിൽ ഹദിയ നല്ലതാണ്. സ്വാലിഹീങ്ങളായ ആളുകളുടെ നല്ല നല്ല സ്വഭാവങ്ങളെ നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നു. മാ വഖാ ബിഹിൽ മുഅ്മിനു ഇർദഹു ഫഹുവ സ്വദഖ. ഇവിടെ ചെറിയൊരു വിഷയം വരാറുള്ളത്, നമ്മളിപ്പോ ഒരു പഞ്ചായത്തിൽ ചെന്നിട്ടൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട് ഇപ്പോൾ, അല്ലേ? എല്ലായിടത്തും കൈക്കൂലിക്ക് കാത്തിരിക്കുക ഓഫീസർമാർ. വല്ല അന്വേഷണം വരുമോ എന്നൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ, പിടിക്കപ്പെടുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല കുട്ടികളായി നിൽക്കുന്നു, അല്ലെങ്കിൽ തലയിൽ ചൊറിഞ്ഞാൽ അതൊക്കെ അങ്ങനത്തെ സിഗ്നലുകൾ ഉണ്ടെന്നാണ് കേട്ടത്. അല്ലാഹു അലം. നമ്മൾ എന്ത് ചെയ്യണം? അതിപ്പോ ഹറാമാവോ? നമ്മൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യും? മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞൊരു ഇബാറത്ത്, വഖദ് യകൂനുൽ ഗറദു ഫിൽ ഹദിയ ഇത്തിഖാഉ ശർരിൽ മുഹ്ദാ ഇലൈഹി. നമ്മൾ ഒരാൾക്ക് ഒരു പൈസയോ സമ്മാനമോ കൊടുക്കുന്നത് ഒന്നുകിൽ ആ മനുഷ്യനിൽ നിന്ന് ഉപദ്രവം വരാതിരിക്കാനായിരിക്കും. നമ്മളത് കൊടുത്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യും. ഫമുഹ്ദീഹാ മഅ്ജൂർ. ആ മനുഷ്യന് സമ്മാനം കൊടുക്കുന്ന ആൾക്ക് അല്ലാഹ് കൂലി കൊടുക്കും. വആഖിദുഹാ യഖുദുഹാ റിശ്വതൻ. അത് വാങ്ങുന്ന ആള് കൈക്കൂലിയായിട്ടാണ് വാങ്ങുന്നത്. അത് കുറ്റകരം. വാങ്ങുന്ന ആൾക്ക് കുറ്റം, കൊടുക്കുന്ന ആൾക്ക് കുറ്റമില്ല. മറ്റൊന്ന്, നിങ്ങളുടെ ഒരു അവകാശം നേടിയെടുക്കാൻ നിങ്ങൾക്കൊരു പേപ്പർ സൈൻ ചെയ്ത് കിട്ടണം. അത് നിങ്ങളുടെ പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ മൂപ്പര് സൈൻ ചെയ്യണമെങ്കിൽ ഇപ്പുറത്തൊരു 10,000 വെച്ച് കൊടുത്തേ പറ്റൂ. നിങ്ങളുടെ ഒരു ഹക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ ഒരു നിയമപാലകന്, ഒരു ഹാക്കിമിന്, ഭരണകർത്താവിന് നിങ്ങൾ വല്ലതും കൊടുക്കുകയാണെങ്കിൽ മിൻ ദീ ഗറദിൻ ഫാസിദിൻ, അത് മോശപ്പെട്ട ഒരു ലക്ഷ്യത്തിനാണെങ്കിൽ പറ്റൂല. ഒരു അന്യായം, അന്യരാളുടെ ഭൂമി തന്റേതാണെന്നാക്കാൻ പേപ്പർ ഉണ്ടാക്കാൻ, അതൊക്കെ റിശ്വത്താണ്, കൈക്കൂലിയാണ്, കുറ്റകരമാണ്, ജായിസല്ല, ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഒരു അവകാശം നേടിയെടുക്കാനാണ്. ഇത് ഇസ്ലാം ഏറ്റവും കൂടുതൽ കർക്കശമായി പറഞ്ഞ വിഷയമാണ് റിശ്വ. കൈക്കൂലി കൊടുക്കരുത്, വാങ്ങരുത് എന്നാ പറയാം. പലിശയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു. നേരെ മറിച്ച് ജനങ്ങൾ, നിയമങ്ങൾ പലതുണ്ടാവും, പക്ഷെ അത് പ്രാബല്യത്തിൽ നടക്കുന്നുണ്ടാവില്ല. കണിശമായും നിയമം നടപ്പിലാക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. ജൻധർമ്മം എന്ന് പറഞ്ഞിട്ട് തുർക്കിയിലെ ഒരു പ്രത്യേക പോലീസുണ്ട്. അവർക്ക് കൈക്കൂലി കൊടുത്താൽ അവരെ പിടിച്ച് ജയിലിടും. അങ്ങനത്തെ പോലീസുകാരാണ് അവർ. ജൻധർമ്മം എന്ന് അവരെ പറയാം. ജൻധർമ്മ പോലീസ് എന്ന് പറഞ്ഞാൽ അവരൊന്നിനും പോകില്ല. അല്ലാത്തവർക്ക് എന്തെങ്കിലും കൊടുത്തു നോക്കാൻ നോക്കും. അവര് കൊടുക്കുന്നവരെ പിടിച്ച് ജയിലിടും. അങ്ങനത്തെ ആളുകളാണ്. അതൊരു രാജ്യത്തിന്റെ ഏറ്റവും നല്ല ഗുണമാണ്, നിയമപാലകന്മാർ നിയമം പാലിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോ ഒരു മനുഷ്യന്, ഒരാളുടെ പൗരന്റെ ഒരു അവകാശം നേടിയെടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹദിയ കൊടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഫൽ ഇഹ്ദാഉ ജായിസുൻ, ആ കൊടുക്കൽ ജായിസാണ്. വഖബൂലുൽ ഹദിയത്തി ഹറാം, അത് വാങ്ങിക്കൽ ഹറാമാണ്. ശറഈന്റെ വീക്ഷണം അതാണ്. അയാൾക്കത് വാങ്ങിക്കൽ ഹറാമാണ്. അയാളത് വാങ്ങിക്കേണ്ട ആളല്ല. അയാൾ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നുണ്ട് ഈ പണി ചെയ്ത് കൊടുക്കാൻ. അയാളത് വാങ്ങിക്കൽ ഹറാമാണ്. നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ നിരപരാധികൾ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുത്തില്ലെങ്കിൽ സാധനം ഒപ്പിട്ട് കിട്ടൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കത് ജായിസാണ്. ഇത് ഒരിക്കലും കൈക്കൂലിയെ പ്രോത്സാഹിപ്പിക്കാനല്ല. ഒരു മനുഷ്യന്റെ അവകാശങ്ങൾ ഇത് കൊടുത്തെങ്കിലേ നടക്കൂ എന്നാണ് സിസ്റ്റമെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ത് ചെയ്യും? അവരുടെ ഈ അമലിന്റെ വിധി എന്താണ്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാം, അവർ മജ്ബൂറാണ്, നിർബന്ധാവസ്ഥയിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? ജായിസാണ്. പക്ഷെ അത് വാങ്ങിക്കുന്ന ആൾ ഹറാമാണ്. എന്നോട് ഇന്ന് ഞങ്ങൾ ഷൊർണൂരായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ, തമാശക്കാരനാണ്. ഇവർ പറഞ്ഞു 30 ലക്ഷം രൂപ അയാളുടെ അവകാശം ഏതോ ഒരു അദ്ദേഹത്തിന്റെ സർവീസിന് കിട്ടേണ്ടത് ഗവൺമെന്റിൽ നിന്ന് വാങ്ങിക്കാൻ 1.5 ലക്ഷം കൈക്കൂലി വേണമെന്ന് വാങ്ങിച്ച് പറഞ്ഞ ഒരാൾ. അയാൾക്ക് 1.5 ലക്ഷം കൊടുത്തു. അതിന് മൂപ്പര് പറയാണ്, ഒരു വീട് വേണം, വീടിന്റെ അടുത്ത് പള്ളി വേണം കേട്ടോ. അങ്ങനത്തെ ഒരു വീട് നോക്കിയിട്ട് വാടക ഉണ്ട്, 40 ലക്ഷത്തിന് വീട് കിട്ടാണ്ടെങ്കിൽ പറയണേ, തൊട്ടടുത്ത് പള്ളി വേണം. ആരെയും പള്ളി വേണമെന്ന് പറയണത് ഈ കൈക്കൂലി വാങ്ങിച്ച മനുഷ്യൻ. ഉപരി പറയാം, എൻ്റെ അടുത്ത് നിന്ന് 1.5 ലക്ഷം വാങ്ങി. അപ്പൊ എത്ര ആടുന്ന ഇയാൾ വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ ആൾക്ക് പള്ളി വേണം അടുത്ത്. എന്ത് പള്ളി, എന്ത് നിസ്കാരം? ഇവരൊക്കെ ആരെയാ ഇബാദത്ത് ചെയ്യുന്നത്? ആരെയാ പേടിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കി. ഹദിയകളെ സംബന്ധിച്ച് പറഞ്ഞ നബി തങ്ങളുടെ ഹദീത്തുകൾ വളരെ മനോഹരമാണ്. ഇവിടെ തന്നെ പറയുമ്പോഴേ
സ്വാലിഹീങ്ങളായ ആളുകളുടെ ഇടപെടലുകൾ, സജ്ജനങ്ങളിൽ നിന്ന് നൽകപ്പെടുന്ന ഹദിയകൾ, നല്ല ഉദ്ദേശത്തിൽ അവർ നൽകുന്നത് സ്വീകരിക്കാം. അവരുടെ ഹദിയ ജായിസാണ്. ഒരു മനുഷ്യന് ദുനിയാവിൽ ലഭിക്കുന്ന ഹലാലുകളിൽ പ്യൂർ 2 ഹലാലുകളെന്ന് കണ്ണു ചിമ്മി പറയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ മഹാനായ മുസഇർ ഇബ്നു ഖുജാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ ചർച്ചകൾ തുടങ്ങിയത്. 2 ഹലാലുകൾ. ഒന്ന്, യൂഫ്രട്ടീസിൽ നിന്ന് വെള്ളം കുടിക്കുക. ഏത് അരുവിയിൽ നിന്നും പുഴയിൽ നിന്നും നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ഒന്നും കുഴപ്പമില്ല, കുടിക്കാൻ പറ്റുന്നതാണെങ്കിൽ കുടിച്ചാൽ മതി. കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ കുടിക്കണ്ട, പറ്റുന്ന വൃത്തിയുള്ള വെള്ളമാണെങ്കിൽ കുടിച്ചോളൂ. പിന്നെ ഒരു സ്വാലിഹായ മനുഷ്യൻ നിങ്ങൾക്ക് നൽകുന്ന ഹദിയ. അവിടെ എന്ത് മനസ്സിലായി? എന്തെങ്കിലും ഹറാം ബിസിനസ് ഉള്ള ആളുകൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങൾ അത് നിരസിച്ചേക്കണം. അത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ എന്താ അതിനർത്ഥം? ആ മനുഷ്യൻ ചെയ്യുന്ന തിന്മകളെ നിങ്ങൾ അനുകൂലിക്കുന്നു എന്നതിനർത്ഥം വരും, പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അത് സ്വീകരിക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ കാര്യഗൗരവത്തിൽ എടുക്കണേ. സ്വാലിഹീങ്ങളുടേതേ നിങ്ങൾ സ്വീകരിക്കാവൂ, സ്വദ്ദേശപരമായി നൽകപ്പെടുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ നഈം അൽ-അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയായിൽ മഹാനായ അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്, അന്നഹു തലാ, ലോക പ്രശസ്തനായ ഹദീസ് പണ്ഡിതൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ താബിഈയാണ്. അവർ ഓതുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. ഇത് പറയുമ്പോൾ മഹാനായ സമസ്തയിലെ ജമീഅത്തുൽ ഉലമയുടെ മുൻകാല പ്രസിഡന്റായിരുന്ന മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ റഈസുൽ മുഹഖഖീൻ അവറുകളെ ഓർത്തുപോവുകയാണ്. മഹാനവറുകൾക്ക് ആരെങ്കിലും ഒരു ഹദിയായ ഒരു പൈസയോ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ അപ്പൊ ചോദിക്കും, ഡോ നിനക്കെന്താ പണി, എന്താ നിനക്ക് ജോലി? പറഞ്ഞു കൊടുക്കണം. ആ ജോലി ഇഷ്ടപ്പെട്ടെങ്കിലേ മഹാനത് സ്വീകരിക്കൂ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട കൊണ്ടുപോയിക്കോ എന്നാ പറയാ. ഒരാൾ വയനാട്ടിൽ നിന്നോ മറ്റോ മഹാനവറുകൾക്ക് വീട്ടിൽ ഒരുപാട് ആളുകൾ കാണാൻ വരില്ലേ, അപ്പൊ കുറച്ച് ചായപ്പൊടി, വയനാട്ടിൽ നിന്ന് കിട്ടുന്ന ഒറിജിനൽ ചായപ്പൊടിയാണ് ഉസ്താദ് എന്ന് പറഞ്ഞ് എത്രയോ 5 കിലോ അങ്ങനെ മറ്റോ കൊണ്ടുപോയി കൊടുത്തപ്പോ മഹാനവറുകൾ വീട്ടുകാരോട് വിളിച്ചു പറയാ, കുട്ടികളെ, ദേ നിങ്ങൾക്ക് കുടിക്കാനുള്ളതല്ല, എന്നെ കാണാൻ ഇവിടെ വരുന്ന വിസിറ്റ് വരുന്ന അതിഥികൾക്ക് ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണോ എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ കുടിക്കുന്ന ചായക്ക് ചായപ്പൊടി എടുക്കരുത് കേട്ടോ. ഞാൻ എന്താ ചെയ്തത്? ആ കൊടുത്ത ആള് പറഞ്ഞ വാക്കാണ്. അയാൾ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ വരുന്നല്ലേ, മിനിമം കട്ടൻ ചായ ഉണ്ടാക്കുന്നതിന് പഞ്ചാരയും ചായപ്പൊടിയും വേണ്ടേ, അതുകൊണ്ട് ഉസ്താദെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ചായപ്പൊടി എന്റെ വക. അയാൾ പറഞ്ഞു പോയി. പക്ഷെ മഹാനവറുകൾ വീട്ടുകാർക്ക് പോലും അതിന് ചായ കുടിക്കാൻ കൊടുത്തിട്ടില്ല. എന്റെ ലക്ഷ്യം മറ്റൊന്നാണ്, നിങ്ങൾക്ക് പറ്റില്ല. അവരാണ് സമസ്തയെ നയിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. യാ അല്ലാഹ്, ആ സൂക്ഷ്മത വല്ലാത്തൊരു സൂക്ഷ്മതയല്ലേ അത്. അതുകൊണ്ടാണ് മഹാനവറുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. നമ്മുടെ മഹത്തുക്കളായ സജ്ജനങ്ങളായ സമസ്തയുടെ ആ ഒരു രാജവീഥിയിൽ കഴിഞ്ഞു പോയ ഒരുപാട് മഹത്തുക്കളുടെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. സൂക്ഷ്മതയാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അള്ളാഹു നമുക്ക് നൽകട്ടെ. പൈസയല്ല, പൈസ ആർഭാടങ്ങളൊക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. സൂക്ഷ്മത ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് വിഷയം. കാശ് ഉണ്ടാക്കാൻ ഒരു പണിയില്ല. അത്യാവശ്യം നാവും ഒരു സാമർഥ്യം ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സാമർഥ്യം ഉണ്ടാക്കൽ ഇൽമും തഖ്വയും ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ. അതുള്ളിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. അതുള്ളിടത്താണ് അള്ളാഹുവിന്റെ പൊരുത്തുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂനൂ മഅസ്സാദിഖീൻ എന്ന് പറഞ്ഞ പോലെ സജ്ജനങ്ങളുടെ, സത്യം പറയുന്ന നല്ല മനുഷ്യരുടെ സ്വഹ്ബത്ത്, സ്വാലിഹീങ്ങളുടെ സ്വഹ്ബത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹസനുൽ ബസ്രി തങ്ങൾ ഓതുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. ശാന്തി പൂണ്ട് കിടക്കുന്ന ശരീരമേ, അല്ലാഹുവിൽ തൃപ്തിയായി കിടക്കുന്ന ആത്മാവേ എന്ന സൂറത്തുൽ ഫജ്റിലെ ആയത്ത്. എന്നിട്ട് പറഞ്ഞു, അന്നഫ്സുൽ മുഅ്മിന ഇത്മഅന്നത ഇലല്ലാഹ് വത്മഅന്ന ഇലൈഹാ. ആരാണ് ശാന്തി പൂണ്ട് കിടക്കുന്ന ആത്മാവെന്നറിയുമോ? മുഅ്മിനത്തായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു ശരീരമാണത്. ആണിന്റെയും പെണ്ണിന്റെയും ശരീരം. അല്ലാഹുവിനെ വിശ്വസിക്കുക. പടച്ചതമ്പുരാനാണ് എന്നെ ജനിപ്പിച്ചത്, എന്നെ മരിപ്പിക്കുന്നത്, എന്നെ ജീവിപ്പിക്കുന്നത്, എന്നെ നിയന്ത്രിക്കുന്നത്, എന്നെ നടത്തിക്കുന്നത്. അവന്റെ കയ്യിലാണ് മഖാലീദുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ മുഴുവൻ താക്കോലുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് മുഅ്മിൻ. ഇത്മഅന്നത ഇലല്ലാഹ്. അല്ലാഹുവിൽ മനസ്സ് പൂണ്ട് കിടക്കുന്ന ആളുകൾ, അല്ലാഹുവിൽ ആശ്വസിക്കുന്നവർ. ഒരു രോഗം വന്നു, അല്ലാഹുവേ നീയാണ് എന്നെ പരീക്ഷിച്ചത്, ഞാൻ പൊരുത്തപ്പെട്ടു റബ്ബേ. സമ്പത്തുണ്ട്, അൽഹംദുലില്ലാഹ്. ദാരിദ്ര്യമുണ്ട്, അൽഹംദുലില്ലാഹ്. വിഷമങ്ങളുണ്ട്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുന്ന അൽഹംദുലില്ലാഹയാണ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എന്താ റാഹത്തല്ലേ? അസുഖമുണ്ടോ?
അപ്പോഴും പറയാം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അസുഖങ്ങളൊന്നും ഇല്ല, അൽഹംദുലില്ലാഹ്. അസുഖണ്ട്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും അല്ലാഹുവേ നിനക്കാണ് നന്ദി. അങ്ങനെ പറയണ്ടേ എല്ലാ അവസ്ഥ. അപ്പൊ മനസ്സിലായി എന്തോ വിഷമത്തിലാണ് ആളുകൾ, എന്നാലും അല്ലാഹുവിന്റെ സ്തുതി. ബുദ്ധിമുട്ടൊക്കെയാണ്, വിഷമങ്ങളാണ്, ജോലിയില്ല, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും അല്ലാഹുവേ നിനക്കാണ് സ്തുതി. അങ്ങനെ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട ശരീരത്തെ കുറിച്ചാണ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ. അല്ലാഹുവിലേക്ക് സംതൃപ്തമായി ഇങ്ങോട്ട് പോരിൻ ശരീരമേ, ആത്മാവേ എന്ന് മരണനേരത്ത് മലക്കുകൾ വിളിച്ചു പറയുന്ന ശരീരങ്ങളോട് എന്താ പറയുന്നത്? ഇർജിഇ ഇലാ റബ്ബികി. ദുനിയാവിൽ നിന്ന് നിങ്ങൾ പോരിൻ. ഖബറിലേക്ക് വരുന്നത് ഒരു മണ്ണിലേക്കല്ല. ഖബർ ഒന്നുകിൽ സ്വർഗമാണ്, അല്ലെങ്കിൽ അത് തീയിന്റെ കഷ്ണമാണ്, വെറും ഒരു മണ്ണല്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ അടിമകളിലേക്ക് കടന്നോളൂ ശരീരമേ, എന്റെ സ്വർഗത്തിലേക്ക് കടന്നോളൂ ആത്മാവേ എന്ന് അല്ലാഹു ഏതൊരാത്മാവിനോടാണോ വിളിച്ചു പറയുന്നത്, ആ ആത്മാവിനെയാണ് അന്നഫ്സുൽ മുത്മഇന്ന എന്ന് പറയാ. എന്താണ് മുത്മഇന്ന? അല്ലതി ഇത്മഅന്നത ഇലല്ലാഹ്. അല്ലാഹുവിൽ മനസ്സുകൊണ്ട് ശാന്തമായ ശരീരം. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ് എപ്പോഴും. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കും, എന്തിനും അല്ലാഹുവിനെ ബന്ധിപ്പിക്കും. വത്മഅന്ന ഇലൈഹാ. അല്ലാഹുവിന് ആ ശരീരത്തെ ഇഷ്ടമാണ്. കഴിഞ്ഞില്ല. വഹബ്ബത് ലിഖാ അല്ലാഹ് വഹബ്ബല്ലാഹു ലിഖാഅഹാ. ആരാണ് സജ്ജനങ്ങൾ എന്നറിയണമേ. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ സ്വാലിഹീങ്ങളെ ഡിഫൈൻ ചെയ്യുകയാണ്. ആരാണ് സജ്ജനങ്ങൾ? അല്ലാഹുവിനെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടവർ. അവർക്ക് സമാധാനം കിട്ടാൻ മയക്കുമരുന്നല്ല വേണ്ടത്, അവർക്ക് ഖുർആനാ വേണ്ടത്. അവർക്ക് സമാധാനം കിട്ടാൻ MD MA എന്ന് പറയാം. പണ്ടൊക്കെ BA എടുത്തോ, ഇനി M എടുക്കണ്ടേ, MD എടുക്കണ്ടേ, MD ആവണ്ടേ, വലിയ ഡിഗ്രിയാണ് ഇപ്പോഴത്തെ കുട്ടികളെ കയ്യിൽ കിട്ടുന്ന ഡിഗ്രിയാണ് ഇപ്പോഴത്തെ. യാ അല്ലാഹ്, പടച്ച റബ്ബ് കാക്കട്ടെ. സമാധാനത്തിനാണോ? ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅൻ ഫീമാ ഹറം. അല്ലാഹ് ഹറാമാക്കിയ ഒന്നിലും നിങ്ങൾക്ക് ശമനം അല്ലാഹ് തരൂല എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മയക്കുമരുന്നിനെങ്ങാനും നമ്മളെ മക്കൾ പെട്ടുപോയിട്ട് മക്കളെ ദയവ് ചെയ്ത് അല്ലാഹുവിനെ ഓർത്ത് നിർത്തിക്കോളി. ഇല്ലേ 10 കൊല്ലം കൊണ്ട് അടിച്ചു പോകും, ഉറപ്പാണ്. ഇപ്പോഴത്തെ സ്റ്റഡിയെ പറയുന്നത് മയക്കുമരുന്ന് അടിമകളായ ഇപ്പോഴത്തെ ജനറേഷൻ 10 കൊല്ലം കൊണ്ട് ഭൂമി കാലിയാവും. 10 കൊല്ലം ആയുസുള്ളൂ. ശരീരത്തിന് അത്രേ സഹിക്കാൻ പറ്റുള്ളൂ. മയക്കുമരുന്ന് അടിച്ചു കയറ്റല്ലേ, ഹാർട്ടിനും ലിവറിനും ലങ്സിനും താങ്ങാൻ കഴിയില്ല. 10 കൊല്ലം വരെയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും, പിന്നെ അടിച്ചു പോകും. വലിയൊരു ഭയപ്പാടാണത്, വലിയ ചോദ്യചിഹ്നം. അടുത്തൊരു തലമുറയിൽ യുവജനങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താവും? ഒന്നുകിൽ അതിന് റെഡി ആയിക്കോ, അള്ളാഹുവിനെ വേണ്ടെങ്കിൽ പിന്നെ നരകത്തിന് റെഡി ആയിക്കോ. ഇല്ലേ എനിക്ക് വിഷമവും വേദനയുമുണ്ട്, എന്റെ ശരീരത്തിന്റെ ആശ്വാസം അല്ലാഹുവേ. ഒരു വുദൂ ചെയ്ത് നിന്റെ മുമ്പിൽ വന്ന് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി നിസ്കരിക്കുമ്പോൾ എനിക്ക് സമാധാനമാണ്. എല്ലാവരും ഉറങ്ങാണ്. വുദൂ എടുത്ത് മുസല്ല വിരിച്ച് അവിടെ ഇരുന്ന് അല്ലാഹുവിന് വേണ്ടി ഒരു 1001 സുബ്ഹാനല്ലാഹ്, അത്ര തന്നെ അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉദാഹരണം പറയാം, എത്രയാ നിങ്ങൾ കൊണ്ട് പറ്റുന്നത്? റബ്ബിന്റെ മുമ്പിൽ ഇരുന്ന് കരയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, അത് മുഅ്മിനിന്റെ മാത്രം അവകാശമാണ്, അല്ലാത്തവർക്ക് അത് കിട്ടൂല. അല്ലാഹു ആ ശരീരത്തെ ഇഷ്ടപ്പെടും, ആ ശരീരത്തിന് അല്ലാഹുവിനെ ഇഷ്ടമാണ്. അതാണ് സജ്ജനങ്ങൾ, അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. എന്റെ സജ്ജനങ്ങൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ചിന്തയിലും വിഷയീഭവിക്കാത്തതാണ് സ്വർഗ്ഗലോകമെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിനെ തൃപ്തിപ്പെടണമേ. എനിക്കെന്റെ റബ്ബിനെ കാണണം. മിനിമം മെസ്സിനെ കാണാനുള്ള ആഗ്രഹമെങ്കിലും അള്ളാഹിനെ കാണാനുണ്ടോ നമ്മളെ കുട്ടികൾക്ക്? ചോദിക്കാൻ. മെസ്സിയൊക്കെ മുമ്പ് കറങ്ങിയ ബോധം കെട്ട് വീണ കുട്ടികളുണ്ട്. വെറുതെ സെൽഫി മെസ്സിനെ കണ്ടതാ, നല്ല ജിന്നിനെ കണ്ട പോലെ. ഞാൻ ഇപ്പൊ എന്തായി കാണുമ്പോൾ ബോധം കെട്ട് വീഴാൻ പോവുക. ഒരു ചെക്കൻ സെൽഫി എടുക്കാൻ വേണ്ടി വന്നതാ. മൂപ്പരേതോ ഹോട്ടലിൽ ഇറങ്ങി പോകുമ്പോൾ ഓൽക്ക് ദുനിയാവിൽ വലിയ സംഭവം അതാണ്. നമ്മളെ കുട്ടികൾ അങ്ങനെ ആവാൻ പാടുണ്ടാവും. നമുക്കതിലും വലുതല്ലേ. ആരെയും സ്നേഹിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. ഓരോ എടുക്കാൻ പോണത് ഓരോ കൂടെ പോകാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. മെസ്സി സ്വർഗത്ത് പോണ ആളാണ്, സ്വർഗത്ത് പോകും. അല്ലേ എവിടുക്കാൻ പോണെന്ന് വെച്ചാൽ അവിടെ കൂടെ പോകേണ്ടി വരും.
ഇസ്ലാം അതിന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം, ഭയങ്കര സ്വാതന്ത്ര്യമാണ്. നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, അവർ പോണെടുത്ത് ഒപ്പം പോകുകയും ചെയ്യാം. ഇത്രയുള്ള വിഷയം. സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? ദുന്യാവിൽ ജീവിക്കാനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് കൂടെ ഗോൾ അടിക്കല വലിയ ലക്ഷ്യം. ഹിമാലയത്തിന്റെ മുകളിൽ കയറി നിൽക്കല ലക്ഷ്യം. കാറുകൊണ്ട് ഒരു ഹില്ല്, ഒരു 4 വീൽ ഡ്രൈവിൽ അടിച്ചു കയറ്റലാണോ ലക്ഷ്യം? എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്താണ് നമ്മുടെ കുട്ടികൾക്ക് എന്താ ലക്ഷ്യം? ഒരു ലക്ഷ്യം വേണ്ട ജീവിതത്തിന്. എന്തെങ്കിലും കാട്ടിക്കൂട്ടുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് വിചാരിക്കുക. അല്ല, നിനക്ക് ജന്മം നൽകിയ ജീവൻ തന്ന സൃഷ്ടാവ് ആരാണ്? ചെറിഷ് ഹിം, വർഷിപ്പ് ഹിം. ആ റബ്ബിനെ നീ പുകഴ്ത്തുകയും അനുസരിക്കുകയും ചെയ്യണം. ഇത് ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. എന്റെ ഉമ്മയെ വാപ്പയെ നിനക്കറിയൂലേ, എന്നാ നിന്നെ പടച്ച രക്ഷിതാവിനെ നീ അറിയണം. അതിനാ ജീവിക്കാൻ പറഞ്ഞ. ഇവിടെ പേരുണ്ടാക്കിയിരിക്കാനല്ല, ഓരോ കെട്ടെടുത്ത് പോണ്ടി വരും. അത് വേറെ ആർക്കെങ്കിലും ഒഴിച്ചു കൊടുത്ത് പോകേണ്ടി വരും, വേണ്ടേ? നിന്റെ ലക്ഷ്യം എനിക്ക് അല്ലാഹുവിനെ കാണണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ഫുട്ബോൾ പ്ലെയറെക്കാളും നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ കുട്ടികളെ? ഞാൻ ചോദിച്ചു നോക്കട്ടെ. പുണ്യനബിയെ നിങ്ങൾ അതിനേക്കാളും മുമ്പിൽ വെക്കാൻ ഒരുക്കമാണോ? പറഞ്ഞ കളി നടക്കുന്നുണ്ട്, പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുന്നുണ്ട്, നിങ്ങളത് പൂട്ടി വെച്ച് സ്വീകരിക്കാൻ വരുമോ? ഇതാണ് എന്റെ പച്ചയായ അർത്ഥം. ഇല്ല, ഇത് കഴിയട്ടെ എന്നാണോ നിങ്ങൾ പറയാ? അതിനാണ് തസ്വീഫ്. ആ മനുഷ്യനാണ് മഖ്ബൂൻ. നമ്മൾ ആദ്യം തുടങ്ങി വെച്ച ചർച്ച അതാണ്. പിന്നെയാവാം എന്ന് വിചാരിക്കുന്ന ആളുകൾ വഞ്ചിക്കപ്പെട്ടവരാണ്. എന്റെ റബ്ബനെ വിളിക്കുന്നു, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. നമ്മുടെ മുനാരങ്ങളിലൂടെ അത് കേൾക്കാൻ ഇന്ന് അവസരമുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ബാങ്കൊന്നും കേട്ടില്ല എന്ന് വിചാരിക്കും. നിസ്കാരം നിർത്താൻ പറ്റുമോ? സമയം നോക്കി പള്ളിക്ക് വരണ്ടേ? വേണ്ടി വരില്ലേ? യൂറോപ്യൻ നാടുകളിലൊക്കെ ഇഷ്ടം പോലെ മസ്ജിദുകളുണ്ട്. യൂറോപ്പിലൊക്കെ യാത്ര ചെയ്ത ആൾക്ക് അറിയാൻ പറ്റും. പുറത്തുനിന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ചിലയിടങ്ങളിൽ മാത്രം ബാങ്ക് കേൾക്കുള്ളൂ, എല്ലായിടത്തും ബാങ്ക് കേൾക്കൂല. ചെന്ന് നോക്കുമ്പോൾ ഇവിടെ എന്ത് മനോഹരമായ പള്ളി. അകത്ത് ചെല്ലുമ്പോൾ നല്ല മസ്ജിദാണ്, മിമ്പറുണ്ട്, മെഹ്റാബുണ്ട്, ഒക്കെ ഉണ്ട്. പുറത്തുനിന്ന് കണ്ട ഒരു ഷോപ്പിംഗ് സെന്റർ എന്നേ വിചാരിക്കും, അല്ലെങ്കിൽ ഒരു പീഡിക റൂമാണെന്ന് വിചാരിക്കും. അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരുപാട് പള്ളികൾ. ലണ്ടൻ സിറ്റിയിൽ ഈസ്റ്റ് ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ബംഗാളികളാണ്. നമ്മൾ ബംഗാളികൾ ഈ കൊത്താൻ വരുന്ന ആൾക്കാരാണ്. വലിയ വലിയ മുതലാളിമാര് ബംഗാളികൾ അവിടെ നടത്തുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ റമദാനിലെ സക്കാത്ത് അവിടെ പിരിക്കുന്നുണ്ട്. അവിടെ എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് സക്കാത്തുൽ ഫിത്റിന്റെ സ്ലിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അവിടെ സക്കാത്തിന് സമയം സംശയം ചോദിക്കാൻ കൗണ്ടർ. അവിടെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് അവിടുത്തെ വലിയ ബംഗ്ലാദേശുകാരാണ്. പണ്ട് വന്ന് കുടിയേറിയവരാണ്. നല്ല വൃത്തിയുള്ള ബംഗാളികൾ, ഹൈ സ്റ്റാൻഡേർഡ്. എന്താ പള്ളിയുടെ വലുപ്പം എന്നറിയോ? ഹറമിലെ പള്ളി പോലെയാണ്. ഹറമിലെ പള്ളിയിലെ ഇമാമന്മാരോടൊക്കെ കടപിടിക്കുന്ന ഓത്തുള്ള ഇമാമമാർ. റമദാനൊക്കെ റോഡ് നിറയെ മനുഷ്യന്മാരാ. ഈസ്റ്റ് ലണ്ടനിൽ അവിടെ ബാങ്ക് പുറത്ത് കേൾക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബഹുഭൂരിഭാഗം ഇടങ്ങളിലും മസ്ജിദുകളുണ്ട്, പക്ഷേ ബാങ്ക് കേൾക്കൂല. അവിടുത്തെ ആളുകൾ നമ്മളെക്കാളും മോശപ്പെട്ട ചുറ്റുപാടിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ അവിടുത്തെ ചെറുപ്പക്കാർ തണുപ്പിൽ കോട്ടിട്ടിട്ട് ഒതുവെടുത്തിട്ട് ആ മസ്ജിദുകളിൽ ചെന്ന് നിസ്കാരത്തിന് ജുമുഅക്കും ജമാഅത്തിനും അവിടെ സ്വഫ് നിറയാണ്. ഞാൻ വെംബ്ലിയിൽ ഒരു പള്ളിയിൽ പോയിരുന്നു. അവിടെ റമദാനിൽ ചെന്നപ്പോഴേ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, ഈ പള്ളിയിലെ മുഴുവൻ ഇഅ്തികാഫിന്റെ സീറ്റും ബുക്കായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര ഡോളർ എനിക്ക് പൗണ്ട് എത്രയെന്നല്ല, 100 പൗണ്ട് അല്ല. ഒരു ദിവസത്തിന് 100 പൗണ്ടോ എന്നറിയില്ല. ഇഅ്തികാഫ് ഇരിക്കണമെങ്കിൽ പള്ളിയിൽ സ്ഥലം വേണ്ടേ? ആൾക്കാരുടെ ബാഹുല്യം കൊണ്ട് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ ഫീസ് വേണം. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ദിവസത്തിന് 100 പൗണ്ട്. ഫുൾ ഡേ 24 മണിക്കൂർ പള്ളിയിൽ ഇരിക്കണമെങ്കിൽ. പള്ളി ഫുള്ളാണ്. ഇനി വരുന്നവർക്ക് സ്ഥലമില്ല. നമ്മൾ വിചാരിക്കും ലണ്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അങ്ങനെ കുത്തിമാറിയായിരിക്കുന്നു. നല്ല ഈമാനുള്ള മനുഷ്യന്മാരുണ്ട് അവിടെ. നമ്മളൊരു തണുപ്പില്ല, ഒരു പ്രയാസമില്ല. നമ്മൾ പള്ളിയൊക്കെ പൂട്ടി പോവുകയാണ്. ആരെ ഇഅ്തികാഫ് ഇരിക്കണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കി പള്ളി പൂട്ടി ഉള്ളിപ്പെട്ടു. ഇഅ്തികാഫിന് സൗകര്യങ്ങളില്ല, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഇഅ്തികാഫ് ഇരിക്കാൻ ജനങ്ങൾ ജോലി ലീവ് എടുത്തിരിക്കാൻ മസ്ജിദുകളിൽ ഇഅ്തികാഫിന്. ആലോചിച്ച് നോക്കി. യാ അല്ലാഹ്, നമ്മുടെ മക്കളെ കണ്ടുപിടിക്കണം. ഒരു ഭാഗത്ത് നമ്മൾ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ദീനിന്റെ വെളിച്ചം കിട്ടിയപ്പോൾ നമ്മൾ ആ വെളിച്ചം നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ വിചാരിച്ചത് എപ്പോഴുള്ള വെളിച്ചമാണ്. ഇരുട്ടിൽ കഴിയുന്ന ആളുകൾക്ക് വെളിച്ചം കിട്ടിയപ്പോ ആ ഇസ്ലാമിനെ നെഞ്ചിനോട് അവർ ചേർത്ത് വെച്ചു. അവരതിന് വില കൊടുത്തു. നമുക്ക് വിലയില്ല. നമ്മുടെ ഇഅ്തികാഫിന് വില ഉണ്ടോ? നമ്മുടെ ജുമുഅക്ക് വില ഉണ്ടോ? നമുക്കിപ്പോ ബാങ്ക് കേൾക്കുന്നുണ്ട്, ഹയ്യ അലൽ സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ്. ബാങ്കിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഉത്തരം കൊടുക്കുക എപ്പെന്നറിയോ? മൊല്ലാക്ക ടൈം പേച്ചു കൊടുത്താൽ അപ്പൊ ചങ്കരി പിടിക്കാൻ ആള് വരും. സുബൈക്ക് 5 മണിക്ക് കൊടുക്കേണ്ട ബാങ്ക് മൊല്ലാക്ക 3 മണിക്ക് കൊടുത്താൽ എല്ലാവരും പള്ളി കൊണ്ട് മൊല്ലാക്ക അങ്ങനെ ചെയ്തു പറയില്ല. കഥ അല്ലാഹു ആലം. മൊല്ലാക്കി തന്നെ ഐഡിയ പ്രയോഗിച്ചു. നിങ്ങൾക്ക് അവിടെ ഉണ്ടല്ലേ, നിങ്ങൾ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്തു തന്നെ ഈ പണിയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ദീനിന്റെ ഷിആറുകൾ ഉണ്ടെന്ന്. ഈ ഷിആറുകളൊക്കെ ഇതൊക്കെ ഇവിടെ നിന്ന് തേച്ചുമായി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. നമസ്കരിക്കണ്ടേ?
ബാങ്ക് കേട്ടില്ല എന്ന് വിചാരിക്കും. മുനാരങ്ങൾ മുഴുവൻ തച്ചുടക്കണമെന്ന് പറഞ്ഞു. ഒരു മുനാരം ഒരു പള്ളിയും കണ്ട അറിയില്ല എന്ന് വിചാരിക്കുക. പള്ളികൾക്ക് മുനാരങ്ങളില്ല, കുബ്ബകളില്ല എന്ന് സങ്കല്പിക്കുക. നമസ്കരിക്കണ്ടേ? ഇന്ന് അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കുഴപ്പം ഇപ്പൊ നമുക്കില്ല, ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. എന്ത് ചാലഞ്ച് നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് പൂർത്തിയാക്കണ്ടേ അള്ളാഹുവിന്റെ മുമ്പിൽ. ഇത്ര സൗകര്യമുണ്ടായിട്ട് നമ്മുടെ പള്ളികളിൽ ജമാഅത്തിന് ആളുകളില്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ തകർച്ചയല്ലേ അത് വിളിച്ചോതുന്നത്? പെരുന്നാൾ നിസ്കാരത്തിന് ആളെ കൂടാൻ, പെരുന്നാൾ നിസ്കാരത്തിന് ആളെ കൊള്ളാനാ പള്ളി വലുതാക്കല്. പള്ളി വലുതാക്കേണ്ടത് സുബഹി നിസ്കാരത്തിന് ആളെ കൊള്ളാനാണ്. നമ്മുടെ സുബഹി നിസ്കാരങ്ങളിൽ നമ്മുടെ പള്ളികളിൽ എത്ര പേരെത്തുന്നുണ്ട്? നമ്മുടെ മഹല്ലിൽ കാലുകൊണ്ട് നടക്കാൻ പറ്റുന്ന മനുഷ്യന്മാർ അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് ഇരുട്ടിലും മഴയത്തും തണുപ്പിലും നടന്നു വരാൻ ഈമാനിന്റെ ബലമുള്ള എത്ര പേർ നമ്മുടെ മഹല്ലിലുണ്ട്? അതാണ് നമ്മുടെ മഹല്ലിന്റെ ശക്തി. നമ്മുടെ മഹല്ലിന്റെ ശക്തി പള്ളിയുടെ മുറ്റത്ത്, പള്ളിയുടെ ഉള്ളിൽ സൊഫുകളിൽ സുജൂദിൽ വീഴുന്ന ആ നെറ്റിത്തടങ്ങളാണ് നമ്മുടെ ശക്തി. അത് നമുക്കുണ്ടോ? സുബഹിയാണ് നമ്മുടെ ശക്തി. സുബഹിക്ക് നമ്മൾ അതിനെ ഒരുങ്ങുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളും? എന്തിനു കൊള്ളും? നമ്മളെ സ്വാലിഹീങ്ങളായി ഞങ്ങളെ മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണമേ എന്ന് പറയുമ്പോഴും ജന്മം തന്ന അല്ലാഹുവിനോട് നമുക്ക് നന്ദി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് മുഅ്മിനീങ്ങളാണ്? നമ്മൾ എന്തിനാ കൊള്ളുക? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ, ആത്മശാന്തി പൂണ്ടിരിക്കുന്ന ആത്മാവേ എന്ന് അള്ളാഹു വിളിക്കുന്ന ശരീരം. അന്നഫ്സുൽ മുത്മഇന്നഹ ഇത്മഅന്നത ഇലല്ലാഹി വത്മഅന്ന ഇലൈഹാ. ഏതൊരാത്മാവിനാണോ അള്ളാഹുവിൽ ശാന്തി കണ്ടെത്താൻ പറ്റുന്നത്, ഏതൊരാത്മാവിനെയാണോ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ആത്മാവ്. ആര് പറഞ്ഞു? ഹസനുൽ ബസ്രി തങ്ങൾ. അബൂ നഈമുൽ അസ്ഫഹാനി അവിടുത്തെ ലോകപ്രശസ്തമായ കിതാബ് ഹില്യത്തുൽ ഔലിയായിലാണ് ഇത് ഉദ്ധരിക്കുന്നത്. ഇമാം ബുഖാരി തങ്ങൾ സഹീഹിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹുവിനെ നേർക്കുനേരെ കണ്ടുമുട്ടാൻ മനസ്സുകൊണ്ട് കൊതിയൂറുന്ന, സ്നേഹപ്പെടുന്ന ആളുകൾ, ഖൽബ് കൊണ്ട് അള്ളാഹിനെ കാണാൻ ഇഷ്ടം. അള്ളാഹ് കാരുണ്യവാനാണ്. നമ്മളൊക്കെ അള്ളാഹിന്റെ മുമ്പിൽ സംസാരിച്ചേ പറ്റൂ. എല്ലാവരോടും അള്ളാഹു 1-to-1 സംസാരിക്കും. നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് തങ്ങളുടെ അഥറുണ്ട്, ചില ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മളൊക്കെ 1-to-1, നമ്മളോട് ഇടയ്ക്കൊരു പരിഭാഷകനില്ലാതെ അള്ളാഹു എന്നോടും നിങ്ങളോടും സംസാരിക്കും. നമ്മൾ മനുഷ്യരെ പോലെയല്ല. അള്ളാഹു മുഖാലിഫുൻ ലിൽ ഹവാദിസ്. സൃഷ്ടികൾ എങ്ങനെയാ? എനിക്ക് ഒരാളോട് 1-to-1 സംസാരിക്കാൻ, ഒരാളോടെ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലേ? നിങ്ങളെ പേരെന്താ? അബ്ദുൽ മജീദ്, അബ്ദുൽ സത്താർ. ഞാൻ അബ്ദുൽ സത്താർക്കായോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് അബ്ദുൽ സത്താർഖാനെ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. നിങ്ങളോട് പറയാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞു കേൾക്കില്ല. അല്ലേ? അള്ളാഹു അങ്ങനെയല്ല. 1000 അബ്ദുൽ സത്താറുമാരോട്, 1000-10,000 അബ്ദുള്ളമാരോട്, ഹംസമാരോട്, സുബൈറുമാരോട് അള്ളാഹുവിന് ഒരേ നേരം സംസാരിക്കാൻ പറ്റും. അതാണ് റബ്ബിന്റെ പ്രത്യേകത. ഓരോരുത്തരോട് ഒരേ സമയം നമുക്കങ്ങനെ പറ്റൂല. സൃഷ്ടികൾക്ക് അത് കഴിയില്ല. അള്ളാഹു ഓരോരുത്തരോടും സംസാരിക്കും. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാം, ചില ആളുകളുടെ മുഖത്ത് മാംസം ഉരുകിപ്പോകും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോവുകയാണെന്ന് കേൾക്കുമ്പോൾ. ജഡ്ജിന്റെ മുമ്പ് പോകാന്ന് പറഞ്ഞാൽ പേടിക്കൂലേ? നമ്മൾ പോലീസിന്റെ മുമ്പ് പോകാന്ന് പറഞ്ഞാൽ പേടിക്കുന്നവരില്ലേ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എനിക്ക് പോകേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോ ഞാൻ എന്ത് പറയും? യാ വൈലി, എന്റെ നാശമേ എന്ന് പറഞ്ഞ് മുഖത്തെ മാംസം ഉരുകി പോകുന്നവരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചില ആളുകൾ ചില ശരീരങ്ങൾ പ്രകാശം കൊണ്ട് തുടുത്തു നിൽക്കുകയാണ്. അള്ളാഹുവിനെ കാണാനുള്ള കൊതിയിലാണ് അവർ. റബ്ബിനെ നോക്കിക്കൊണ്ടിരിക്കാൻ മുഖം ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ചിലരുടെ മുഖത്തെ മാംസം ഉരുകി ഒലിക്കും. ഏതുപോലെ എന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ മുതലാളിയുടെ സമ്പത്ത് മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക. ജോലിക്ക് നിർത്തിയതാണ്, പൈസ വലിച്ചു. അത് പിന്നെ CCTV-യിൽ കണ്ടെത്തി. ഇത്ര ലക്ഷം ദിർഹം, റിയാൽ നിങ്ങളോട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആ മനുഷ്യൻ നല്ല മനുഷ്യനാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മാപ്പ് ചെയ്തെന്നു. പോട്ടെ, ബുദ്ധിമോശം, കല്യാണം കഴിഞ്ഞാൽ ഉടനൊക്കെയുള്ള പ്രയാസം കൊണ്ട് ചെയ്തതായിരിക്കും. പോട്ടെ. നിങ്ങൾക്ക് മാപ്പ് തന്ന ഒരു മുതലാളി, ആ മുതലാളിയെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ചെന്ന് മുമ്പിൽ നിൽക്കുമ്പോ നിങ്ങൾക്ക് മാപ്പ് തന്ന ആ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾക്ക് നാണം തോന്നൂലേ? എന്നാലും ഞാൻ അയാളെ പറ്റിച്ചിട്ടുണ്ടല്ലോ, അയാൾക്ക് അറിയോലോ. എന്റെ റബ്ബെനിക്ക് മാപ്പ് തന്നാൽ പോലും എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാ നിൽക്കുക? എനിക്ക് മാപ്പ് തന്നു, ശരി തന്നെയാണ്. പക്ഷെ ഞാൻ എന്റെ റബ്ബിനെ ധിക്കരിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് റബ്ബ് മാപ്പ് തന്നാലും ഞാൻ എങ്ങനെ പോയി നിൽക്കും എന്ന് ചിന്തിക്കേണ്ടവനാണ് മുഅ്മിനായ മനുഷ്യൻ.
അല്ലാഹു നമുക്ക് അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇസ്സത്തോടെ അല്ലാഹുവേ നിന്റെ റഹ്മത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് റബ്ബേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, റഹ്മത്തുക അർജാ മിൻ അഅമാലി, എന്റെ കർമ്മങ്ങളെക്കാളും എന്റെ പ്രതീക്ഷ നിന്റെ റഹ്മത്തിലാണ്. വമഗ്ഫിറതുക ഔസഅ മിൻ ദുനൂബി, എന്റെ തെറ്റുകളെക്കാളും നിന്റെ മഗ്ഫിറത്ത് വിശാലമാണ് റബ്ബേ. ആ ഒരു പ്രതീക്ഷയിലാണ് നിന്റെ മുമ്പിൽ ഞാൻ വന്നു നിൽക്കുന്നത് എന്ന് റബ്ബിന്റെ മുമ്പിൽ ചെന്ന് പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഈ പറയുന്നത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന അനുഭവത്തിന്റെ നേർസാക്ഷ്യമാണ്. ഇതില്ലാതെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ആർക്കും. ജന്മം അല്ലാഹു നൽകിയോ, സ്വർഗം റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ടോ, അതിന്റെ മുമ്പിൽ ചില ചാലഞ്ചുകളുണ്ട്. ആ ചാലഞ്ചസ് യു ഹാവ് ടു ഫേസ് ഇറ്റ്. അല്ലാഹു നമുക്കതിനെ തരണം ചെയ്യാൻ ഇസ്സത്ത് തരട്ടെ, കരുത്ത് തരട്ടെ, യഖീന് തരട്ടെ, ഈമാൻ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ പടച്ചതമ്പുരാനെ കാണാൻ കൊതിയൂറുന്ന നഫ്സുകൾ മനസ്സുകൊണ്ട് കൊതിക്കണം, എന്റെ റബ്ബിനെ കാണണം. അഹബ്ബത്ത് ലിഖാ അല്ലാഹ്. എന്താ മോനെ നിന്റെ ജീവിതത്തിൽ ആഗ്രഹം എന്ന് പറയുമ്പോ ഏതെങ്കിലും ഫുട്ബോൾ തട്ടുന്നവനെ കാണണമെന്ന് നീ ആഗ്രഹം പറയില്ല, എന്റെ റബ്ബിനെ കാണണം, അതിന്റെ ആഗ്രഹമാണ്. നമ്മുടെ വിദ്യാർത്ഥിനികൾ അത് പഠിക്കണം. എന്താ വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആംബിഷൻ ഇൻ യുവർ ലൈഫ്? ജീവിതത്തിന് വലിയ ലക്ഷ്യം എന്താണ്, ആഗ്രഹം എന്താണ്? ഐ ഹാവ് ടു മീറ്റ് മൈ ലോർഡ്, ഇതെന്റെ ലക്ഷ്യമാണെന്ന് പറയാൻ കഴിയണം. ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, പൈലറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ യുവർ എറ്റേണൽ, നിങ്ങളുടെ ഏറ്റവും ആത്യന്തികമായി നിങ്ങളുടെ ലക്ഷ്യം, ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോകലാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കും, ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും. ആ ലക്ഷ്യത്തിന് വേണ്ടി മക്കളെ വളർത്തി നമ്മുടെ വീടുകളിൽ സന്തോഷമുണ്ടാകും. ആ ലക്ഷ്യത്തിന് വേണ്ടി മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും. നമ്മുടെ മക്കൾ മയക്കുമരുന്നിലേക്കും വ്യഭിചാരത്തിലേക്കും പോകില്ല. നമ്മുടെ മക്കൾക്ക് ലക്ഷ്യബോധം ഉണ്ടാവട്ടെ. അള്ളാഹുവിനെ കാണാനുള്ള ഒരു ലക്ഷ്യത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത്, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ സ്വർഗ്ഗത്തിൽ കടന്നിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ കലാം നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ കാഞ്ഞിപ്പുഴയിൽ അഹ്ലുസുന്നയുടെ നമ്മുടെ ഒരു ദീനി സ്ഥാപനം ഇവിടെ ഉണ്ടാക്കണം എന്നൊരു വലിയ ആഗ്രഹം നമ്മുടെ സംഘാടകർ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നലെ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് അതിനെ സംബന്ധിച്ച് നിങ്ങളെ ഉണർത്തിയെന്നും പറയുന്നു. ഇൻഷാ അല്ലാഹ് അതുമായി നമ്മൾക്ക് എല്ലാവർക്കും ഏതെല്ലാം രീതിയിൽ നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയുമോ സഹായിക്കണം. ഇതൊരു രണ്ടാം പൊന്നാനിയായിട്ട് തന്നെ വീണ്ടും തിരിച്ചു വരണം. കാഞ്ഞിപ്പുഴ ഇൽമിന്റെ, അറിവിന്റെ മഹാഗോപുരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. അത് നാടിന്റെ വെളിച്ചമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകർ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴല്ല നിങ്ങളുമായി സമീപിക്കുമ്പോൾ എല്ലാവരും അതിലേക്ക് സഹായിക്കണമെന്ന് നിങ്ങളെ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. യാ അല്ലാഹ്, ലാ യസാലുൽ മുഅ്മിനു മുഅ്നിഖൻ സാലിഹൻ മാ ലം യുസ്ബ ദമൻ ഹറാമൻ ഫഇദാ അസാബ ദമൻ ഹറാമൻ ബല്ലഹ്. അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ജീവിതത്തിന്റെ അവസാന കാലങ്ങളിലേക്ക് എത്തുമ്പോൾ 40 കഴിഞ്ഞ മനുഷ്യൻ പിന്നെ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ പകുതി അപ്പുറം കഴിഞ്ഞു 40 കഴിഞ്ഞാൽ പിന്നെ ഖബറിലേക്കുള്ള യാത്രയിലേക്കുള്ള ഒരുക്കങ്ങൾ വർദ്ധിപ്പിക്കണം. 40 കഴിഞ്ഞ് 50-ന്റെ മുമ്പ് റിട്ടയർമെന്റ് ആവുകയാണ്. ഇപ്പോൾ പിന്നെ ഫുള്ള് ടിവിന്റെ മുമ്പിലാണ്, സീരിയലിന്റെ മുമ്പിൽ റിട്ടയർമെന്റ് പരിപാടി. പിന്നെ ടി വി കണ്ട് സിനിമയും കണ്ടിരിക്കുക. അതിൽ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ റിട്ടയർമെന്റ് കാലത്ത് കഴിയുന്ന ആളുകളിൽ നിന്ന് വന്നു പോകുന്ന വലിയ വലിയ തെറ്റുകൾ കാണുമ്പോഴേ, ഇപ്പോൾ പട്ടാളത്തിന് വിരമിച്ച് 15 കൊല്ലം കഴിഞ്ഞിട്ട് ഏതോ 2 പ്രായപൂർത്തിയാവാതെ കുട്ടികളെ പീഡിപ്പിച്ചു എന്ന് കേട്ടു. ഞാൻ ഇപ്പോൾ വാർത്ത ഇന്നലെ പത്രത്തിൽ വായിക്കുമ്പോൾ അന്തം വിട്ടു. റിട്ടയർമെന്റും കഴിഞ്ഞ് 15 കൊല്ലമായിട്ടുണ്ട്. സൈനിക സേവനം ചെയ്ത ആളാണ്. അപ്പൊ എന്താ ഈ ചിന്ത വരാൻ കാരണം? അയാൾ കാണുന്നത് തെറ്റായ കാര്യങ്ങളായിരിക്കും. അപ്പോഴല്ലേ ഈ ചിന്തയെ ഉണർത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ വിശ്രമകാലം ഹറാമാണെങ്കിൽ പിന്നെ അങ്ങനെയാ ഖബറിലേക്ക് പോകുന്നത്. 40 കഴിഞ്ഞാൽ തന്നെ പരലോകത്തിന് വേണ്ടി ഒരുങ്ങണം. 40 കഴിഞ്ഞിട്ടും പരലോകത്തിന്റെ വിഷയത്തിൽ സീരിയസ്നെസ് ഇല്ലെങ്കിൽ ആ മനുഷ്യന്റെ മരണം ദുർമരണമാകുമോ എന്ന് പേടിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്ത്. 40 വരെ സമയമുണ്ട് എന്നതിനർത്ഥമല്ല കേട്ടോ ചെറുപ്പക്കാരെ. 18-ൽ മരിക്കാം, 14-ൽ മരിക്കാം, 10 വയസ്സിൽ മരിക്കാം, 21-ൽ മരിക്കാം. അല്ലാഹു മരണത്തിന് സമയം വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് കുട്ടി ജനിച്ചപ്പോ ഇഖാമത്ത് കൊടുത്തത് ഇടത്തെ ചെവിയിൽ. എന്തേ ഇഖാമത്ത്? ഇഖാമത്ത് കൊടുത്തതിന് ഉടനെ നിസ്കാരമാണ്. മയ്യത്തായ ഉടനെ നിസ്കരിക്കുക. ഇഖാമത്ത് ആദ്യം കൊടുത്തു കഴിഞ്ഞു, ജനിച്ചപ്പോഴേ കൊടുത്തു. ജനിച്ച കുട്ടിക്ക് എപ്പോഴും മരിക്കാം. അപ്പൊ പിന്നെ മയ്യത്ത് നിസ്കാരത്തിന് ഇഖാമത്ത് ഉണ്ടാവില്ല. അത് എപ്പോ കൊടുത്തു? ജനിച്ചപ്പോ കൊടുത്തു. നീ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണ്ട, അത് കൊടുക്കേണ്ട സമയമായിരുന്നു എന്നാ. ഒരു കുട്ടി കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, എന്ന് വിചാരിച്ച് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഇഖാമത്തൊന്നും കൊടുക്കൂല. അതിന്റെ സമയം ജനിച്ചപ്പോഴാണ്. ജനിക്കുമ്പോൾ തന്നെ മരിക്കാനുള്ള ഒരുക്കമായി കഴിഞ്ഞു എന്നാ. ജനിച്ചു പിന്നെ എപ്പോഴും മരിക്കാം. 6 മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞ് മരിക്കാം. 1 മാസം, 2 മാസം, 1 വയസ്സ്, 2 വയസ്സ് അല്ലാഹു കണക്കാക്കിയതാണ്.
ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. അതുകൊണ്ട് മൻ അസ്ലഹ ഫീമാ ബഖിയ മിൻ ഉംരിഹി ഗുഫിറ ലഹു മാ മളാ വമാ ബഖി. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞു പോയതിന് പകരം ഇനിയുള്ള ജീവിതം അള്ളാഹുവിന് വേണ്ടി നന്നാക്കുകയാണെങ്കിൽ അള്ളാഹു എല്ലാം മാപ്പാക്കി തരും. ഇന്ന് രാത്രി മുതൽ, ഈ നിമിഷം മുതൽ നമ്മൾ തീരുമാനമെടുത്തു, റബ്ബേ എന്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വേണം, ഞാൻ ഇങ്ങനെ ഒന്നും ആയാൽ പോരാ, എനിക്കൊന്നും ഒരുങ്ങാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇങ്ങനെ കഥല്ലാതെ ജീവിച്ചതാണ്, എന്റെ ഖബർ, എന്റെ പരലോകം ഇതിനു വേണ്ടി ഞാൻ ഒരുങ്ങേണ്ടതാണ് എന്ന് ഇന്നു മുതൽ തീരുമാനമെടുത്തു, അള്ളാഹു കഴിഞ്ഞത് നമുക്ക് മാപ്പാക്കി തരും. എന്നാൽ ശേഷിക്കുന്ന കാലം തിന്മ ചെയ്ത് ജീവിക്കാനാണ് ഒരാൾ തീരുമാനിച്ചത്, തൗബ ചെയ്ത് മടങ്ങാനല്ല. കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ സർവ്വ തെറ്റുകൾക്കും അള്ളാഹു അവനെ പിടിച്ച് ശിക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലക്സാൻഡ്രിയയിൽ മഹാനായ മുഹമ്മദ് ഇബ്നു അജ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അലക്സാൻഡ്രിയയിൽ ഈജിപ്തിന്റെ തലസ്ഥാന നഗരി, അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഉണ്ടാക്കിയ നഗരം. ഇവിടെ വലിയ ലോകപ്രസിദ്ധമായ ലൈബ്രറി ഉണ്ട്, ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറിയായി അറിയപ്പെടുന്ന അലക്സാൻഡ്രിയ ലൈബ്രറി ഇന്നും അവിടെ ഉണ്ട്. ഇവിടെ കുറേ അക്ഷരങ്ങളുണ്ട്, ഒരുപാട് ഭാഷകളിൽ. മലയാളത്തിലെ ആ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മലയാള അക്ഷരമുണ്ട് അവിടെ. അലക്സാൻഡ്രിയയിലെ ബീച്ച് റോഡുണ്ട്, അതിൻ്റെ ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ്, യാത്ര ചെയ്യുമ്പോൾ കാണും. ഇടത് ഭാഗത്ത് കടലാണെങ്കിൽ വലത് ഭാഗത്ത് ലൈബ്രറി, മലയാള അക്ഷരങ്ങളൊക്കെ ഉണ്ട് അവിടെ. മലയാളം അത്ര വലിയ ഭാഷയാണ് അപ്പോഴത്തെ മനസ്സിലായത്. ലോകത്തൊക്കെ ഇങ്ങനെ ഈ ഒരുപാട് സംസ്ഥാനങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ ഒരു ഭാഷയല്ലേത്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. കുൻതു ബിൽ ഇസ്കന്ദരിയ, മുഹമ്മദ് ഇബ്നു അജ്ലാൻ തങ്ങൾ പണ്ട് കാലത്ത് ഒരു ചരിത്രം പറയാം. ഈ ചരിത്രം ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അലക്സാൻഡ്രിയയിൽ ഒരു മനുഷ്യനെ വഫാത്താവുകയാണ്. അലക്സാൻഡ്രിയയിലാണ് മഹാനായ അബുൽ അബ്ബാസുൽ മുർസി റഹ്മത്തുള്ളാഹി അലൈഹി ഷാദുലി ത്വരീഖത്തിന്റെ മഹാനായ ഇമാം. അലക്സാൻഡ്രിയയിലാണ് മഹാനായ ഇമാം ബൂസീരി, ബുർദയുടെ രചയിതാവ് ഇമാം ബൂസീരി തങ്ങൾ. ഹദറത്തു റജുലൻ, ഇവിടെയാണ് ഇബ്നു അത്താഇല്ലാഹിൽ സിക്കന്ദരി. ഒരു വഫാത്തായി കിടക്കുന്നത് കെയ്റോവിലാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അലക്സാൻഡ്രിയക്കാരാണ് ഇബ്നു അത്താഇല്ലാഹ്, കിതാബുൽ ഹികം. ഒരു മനുഷ്യന് മരണമാസന്നമായിരിക്കുന്നു. ആ മനുഷ്യൻ അള്ളാഹുവിനെ അത്രമേൽ ഭയപ്പെടുന്ന ആളായിരുന്നു അത്രേ. പക്ഷെ മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന ആളോട് തൗബ ചെയ്യാനും ദിക്ർ ചൊല്ലാനും പറയണം. അങ്ങനെ ഞങ്ങൾ തൽഖീൻ ചൊല്ലിക്കൊടുക്കുകയാണ്, കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അയാൾ പറയും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് അൽഹംദുലില്ലാഹ്. എന്നാൽ ഫഇദാ ജാഅത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾക്കത് പറയാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മാത്രം പറയണില്ല. ഫഖുൽനാ ലഹു, മഹാനായ മുഹമ്മദ് ഇബ്നു അജ്ലാൻ തങ്ങൾ പറയുന്നു, ഞങ്ങൾ അയാളോട് ചോദിച്ചു, മാ റഅയ്നാ മിൻ ഖൽഖില്ലാഹി അഹദൻ കാന അഖ്ശാ ലില്ലാഹി മിൻക, നിങ്ങളെക്കാളും അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, എന്തേ നിങ്ങൾക്കിത് സംഭവിച്ചു പോയത്? ഞങ്ങൾ നിങ്ങൾക്ക് തൽഖീൻ ചൊല്ലി തരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ, നിങ്ങൾ തൽഖീൻ ചൊല്ലുന്നു, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലുന്നില്ലല്ലോ, എന്തേ അതിന് കാരണം എന്ന് ആ മനുഷ്യനോട് ഞങ്ങൾ ചോദിച്ചു. അലക്സാൻഡ്രിയയിൽ നടന്നൊരു സംഭവം. ഖാല, മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പറയുകയാണ്, ഇന്നഹു ഹീല ബൈനി വ ബൈനഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അല്ലാഹു എനിക്കൊരു മറ വെച്ചിരിക്കുകയാണ്. ഖതൽതു നഫ്സൻ ഫീ ശബീബതി, യുവാവായി നടന്നിരുന്ന കാലത്ത് ഞാനൊരു കൊലപാതകത്തിന് കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നു. ഒരു പാവമായ മനുഷ്യനെ കൊല ചെയ്യാൻ ഞാൻ കൂട്ടുനിന്നിരുന്നു. അന്നത്തെ കൊലയാളി സംഘത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അതെനിക്ക് പറ്റിപ്പോയ തെറ്റാണ്. ആ തെറ്റിന്റെ ശാപമാണോ എന്ന് എനിക്കറിയില്ല, അതായിരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല. കൊലപാതകം പോലെയുള്ള മഹാപാതകങ്ങൾ മരണത്തിന്റെ നേരത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ തടസ്സമാവുമെന്ന് പഠിപ്പിക്കാൻ അല്ലാമ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബു ശുഅബുൽ ഈമാനിൽ ഈ സംഭവം ഉദ്ധരിക്കുകയാണ്. ഇത് കേവലം ഒരു സംഭവമല്ല, പണ്ഡിത ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണിത്. യുവാക്കളെ, നിങ്ങളുടെ കഴിവുകൾ നേർവഴിയിലേക്ക് നിങ്ങൾ ചെലവഴിച്ചില്ലെങ്കിൽ അത് ദുർവഴികളിലേക്ക് പോകും, ഉറപ്പാണ്.
നിങ്ങളെ മസ്ജിദിലേക്ക് നിസ്കാരത്തിന് 5 നേരം വിളിക്കുമ്പോൾ ഈ മസ്ജിദിലേക്ക് നിങ്ങൾക്ക് നടന്നെത്താൻ കഴിയുന്നില്ലെങ്കിൽ പിശാച് നിങ്ങളെ ബാറിലേക്ക് വല്ല കാടുകളിലേക്കും കൊണ്ടുപോയിട്ടെങ്കിലും നിങ്ങളെ കൊണ്ട് വിഷം തീറ്റിക്കും. അവൻ മയക്കുമരുന്നും ലഹരിയും നിങ്ങളുടെ ശരീരത്തിലാക്കി തന്നേക്കും. നന്മയിലേക്ക് നമ്മുടെ എനർജി നമ്മൾ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ആ എനർജി തിന്മയിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾ സൂക്ഷിക്കണമേ. എന്താണോ നിങ്ങളുടെ യൗവനം അതാണ് നിങ്ങളുടെ വാർദ്ധക്യമായി മാറാൻ പോകുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലത്തെ സ്വഭാവം എന്താണോ അതാണ് നിങ്ങളുടെ വാർദ്ധക്യത്തെ സ്വഭാവമായി മാറാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കണമേ. من استطاع منكم ألا يحول بينه وبين الجنة ملء كف من دم امرئ مسلم أن يهرقا. നിങ്ങൾ ആരെങ്കിലും നരകത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് മറ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും സ്വർഗത്തിനും ഇടയിൽ മറ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യന്റെയും ഒരു ചിന്ത് ചോര പോലും, ഒരിറ്റ് ചോര പോലും നിങ്ങളുടെ കൈക്ക് അബദ്ധമായി വരരുത്. നിങ്ങളുടെ പങ്കാളിത്തം കൊണ്ടുണ്ടാവരുത്. ഒരു നിരപരാധിയായ മനുഷ്യനെ ഒരു നിലക്കും നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ അനുവാദമില്ലെന്ന് മാത്രമല്ല, ഒരു കുറ്റവാളിയാണെങ്കിൽ പോലും കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടത് കോടതിയാണ്, ജനങ്ങളല്ല. ഒരു മനുഷ്യന്റെ കൊലപാതകത്തിൽ നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വർഗത്തിനിടയിൽ അത് മറയായി വരുമെന്ന് മഹാനായ റസൂലുള്ളാഹ് കുല്ലമാ തഅറദ ലിബാബിൻ മിൻ അബ്വാബിൽ ജന്ന. ചെയ്ത ഉംറക്കും ഹജ്ജിനും ദാനധർമ്മങ്ങൾക്കും കാരണമായി സ്വർഗത്തിലേക്ക് പോകാൻ ഏതെങ്കിലും ഒരു വാതിലിലേക്ക് ചെന്നെടുക്കുമ്പോൾ ഹാല ബൈനഹു വബൈന, ആ നിരപരാധിയായ മനുഷ്യന്റെ ചോര നിങ്ങളുടെയും സ്വർഗപ്രവേശനത്തിന്റെയും ഇടയിൽ തടസ്സമായി നിൽക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖംസുൻ, 5 കാര്യങ്ങളുണ്ട്, ലൈസ ലഹുന്ന കഫാറ, ആ 5 കാര്യങ്ങൾക്ക് പ്രായശ്ചിത്തമില്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ, ഇമാം ഹൈതമി മുജ്മഉ സവായിദിൽ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്. 5 കാര്യങ്ങൾക്ക് പ്രായശ്ചിത്തമില്ല. ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ മറ്റാരെയെങ്കിലും ആരാധിക്കുന്നത്. ഖത്ലുൻ നഫ്സി ബിഗൈരി ഹഖ്ഖിൻ, നിരപരാധിയായ ഒരു ശരീരത്തെ കൊല ചെയ്യുന്നത്. വബഹ്തു മുഅ്മിനിൻ, മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പച്ച നുണ പറഞ്ഞുണ്ടാക്കുന്നത്. വൽ ഫിറാറു മിനസ് സഹഫി, രാജ്യത്തിന്റെ പട്ടാളത്തിൽപ്പെട്ട ആളാണെങ്കിൽ, ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നെഞ്ചുവിരിക്കേണ്ട ആളാണെങ്കിൽ, ഒരു യുദ്ധമാസന്നമാകുമ്പോൾ പിന്തിരിഞ്ഞോടുന്നത് പ്രായശ്ചിത്തമില്ലാത്ത കുറ്റമാണത്രേ. വയബീനുൻ സ്വാബിറത്തുൻ യഖ്തഉ ബിഹാ മാലൻ ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായ ഒരു സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പച്ച നുണ പറഞ്ഞ് ഡോക്യുമെന്റ് ഉണ്ടാക്കുന്ന, പച്ച നുണ പറഞ്ഞ് സത്യം ചെയ്യുന്ന ആളുകൾ, ഇതിനൊന്നും പ്രായശ്ചിത്തമില്ല എന്ന് നബി തങ്ങൾ പറയുന്നത് തൗബയില്ല എന്നല്ല. എന്നാൽ ഒരു മനുഷ്യനോട് അത്രമേൽ അല്ലാഹു വെറുപ്പുണ്ടാവാൻ കാരണമാണ് ഇത്തരം തിന്മകളെന്ന് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സ്വപ്നം കണ്ട ഒരു കഥ പറയുന്നുണ്ട് ഇമാം അബൂ നഈമുൽ അസ്ഫഹാനി. മഹാനായ അഹ്മദ് യഹ്യ ഇബ്നു ഹുസൈനുൽ ഖലാനിസി തങ്ങൾ റഅയ്തു റബ്ബി അസ്സ വജല്ല ഫിന്നൗം, അല്ലാഹുവിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റോ ഇല്ലയോ? ഉലമാഇന്റെ ഇടയിൽ ചർച്ച ഉണ്ട്. ജായിസ് ആണെന്നാണ്, പറ്റും. എങ്ങനെ? വൽ കൈഫ മജ്ഹൂൽ. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഇമാം ഖലാനിസി തങ്ങൾ കണ്ടിട്ടുണ്ട്. യഹ്യ ഇബ്നുൽ ഹുസൈൻ അൽ ഖലാനിസി തങ്ങൾ അല്ലാഹുവിനെ സ്വപ്നം കണ്ടു എന്നാണ്. അത് ഉലമാ അംഗീകരിച്ച വിഷയമാണ്. സത്യസന്ധനായ മനുഷ്യനാണ്, ആലിമാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു റബ്ബിനോട്, യാ റബ്ബി യഗ്ഫിർ ലീ മാ മളാ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകളെ മാപ്പ് നൽകണമേ റബ്ബേ എന്ന് ഞാൻ റബ്ബിനോട് പറഞ്ഞു. അല്ലാഹുവിന്റെ മറുപടി വന്നു, ഞാൻ നിനക്ക് കഴിഞ്ഞ കാലം മാപ്പ് തരണമെങ്കിൽ വരാനിരിക്കുന്ന ഇനി നിന്റെ ആയുസ് അവസാനിക്കുന്നത് വരേക്കുമുള്ള കാലം നീ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യണം. ലക്ഷ്യം ഞാനാവണം, മാമൂലുകളാവരുത്. ലക്ഷ്യം ഞാനാവണം, നിന്റെ ശരീരത്തിന്റെ ഉയർച്ചയാവരുത്. ലക്ഷ്യം ഞാനാവണം, ജനങ്ങളുടെ പ്രശംസയാവരുത്. ലക്ഷ്യം ഞാനാവണം, ജനങ്ങളുടെ കയ്യടിയാവരുത്. ലക്ഷ്യം ഞാനാവണം, ആര് നിരൂപിച്ചാലും പിന്മാറരുത്. അങ്ങനെ എനിക്ക് വേണ്ടി നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ കഴിഞ്ഞ കാലം ഞാൻ മാപ്പാക്കി തരാം. ഫഖുൽതു, ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു, യാ റബ്ബി ഫഅഇന്നി അലൈഹി, അല്ലാഹുവേ നീ അതിനെന്നെ സഹായിക്കണമേ എന്ന് ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞുവെന്ന് മഹാനായ അഹ്മദ് യഹ്യ ഇബ്നുൽ ഹുസൈൻ അൽ ഖലാനിസി റഹ്മത്തുള്ളാഹി അലൈഹി. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا.
ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, നമ്മുടെ സജ്ജനങ്ങളായ മുൻഗാമികൾക്ക് ശേഷം ഒരുതരം പിൻഗാമികൾ കടന്നു വന്നു. ഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉസ് സ്വലാഹ്, അവർ നിസ്കാരം ഇല്ലാതെയാക്കിയവരാണ്, നഷ്ടപ്പെടുത്തിയവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ ഒരു നാട്ടിൽ മുസ്ലിമീങ്ങളുണ്ട് നിസ്കരിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? എന്ത് മുസ്ലിം? അല്ലാഹുസ് സ്വലാഹ്. നമ്മളെ പെൺകുട്ടികള്, നമ്മുടെ ആൺകുട്ടികള് സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, നിസ്കരിക്കാൻ വല്ല സൗകര്യവും ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് സമയത്തെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചൂടെ? നിസ്കാരം നമുക്ക് നിർബന്ധമാണ്, കോംപ്രമൈസ് ഇല്ല. ഒരു നിലക്കും സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ അള്ളാഹു അതിന് ഇളവ് തരൂ. ആ സമയം കഴിഞ്ഞിട്ടെങ്കിലും ഖളാ വിട്ടേണ്ടി വരും. ആ സമയത്ത് നിസ്കരിക്കണം. ഒരു നിലക്കും പറ്റില്ലേ, പിന്നെ അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യമില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ. എന്നാലും സ്കൂളിലും കോളേജിലും ജോലിക്കും പോയി വരുമ്പോൾ ളുഹ്ർ ഖളാ, അസ്ർ ഖളാ, മഗ്രിബ് ഖളാ, എന്ത് പരിപാടിയത്? ഇങ്ങനെയാണോ നമ്മൾ പഠിക്കേണ്ടത്? അതിനാണോ പഠിക്കാൻ പോണത്? നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധവും വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കണക്ടിവിറ്റി കണക്ട് ആകുന്നത് പിശാചിന്റെ നെറ്റ്വർക്കിലേക്കാണ്. അല്ലാഹുവിന്റെ നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്താൽ പിന്നെ പോകുന്നത് പിശാചിന്റെ നെറ്റ്വർക്കിലേക്ക്, ഒരു സംശയമില്ല. 5 നേരം റബ്ബിന് സുജൂദിൽ കിടക്കുന്ന ഒരു നെറ്റി, ആ തലക്കുള്ളിലെ സ്കള്ളിൽ കിടക്കുന്ന ഒരു ബ്രെയിന് അല്ലാഹുവിനെ അല്ലാതെ ഇഷ്ടപ്പെടുകയില്ല. ആ സുജൂദ് അവിടെ കൊടുക്കാതിരുന്നാൽ ആ തലയിൽ കയറി കൂടുന്നത് പിശാചിന്റെ ചിന്തകളാണ്. എന്ത് സംശയം? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉസ് സ്വലാഹ്, നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗം പിൻഗാമികളിൽ വരുന്നു. നിസ്കരിക്കില്ല എന്ന് മാത്രം അവിടെ നിൽക്കുന്നില്ല വിഷയം. ശരീരത്തിന്റെ ഇഷ്ടങ്ങളാണ് അവർ പിന്തുടരുന്നത്. കള്ളു പൊട്ടിക്കുക പെൺകുട്ടികൾ അല്ലേ? അത് എവിടുത്തെ ഹിജാബ് തട്ടം തലയിടുമ്പോൾ മുസ്ലിം മാപ്പിള കുട്ടികളാണെന്നല്ലേ വിചാരിക്കുക. എന്നിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു, നാടുകൾ കാണുന്നു, എങ്ങോട്ടാ കുട്ടികളുടെ പോക്ക്. ഇവർക്ക് ഉമ്മി മാപ്പാരൊന്നും ഇല്ലേ? ആ കുട്ടികൾക്കാരും തർബിയത്ത് കൊടുത്തില്ലേ? അന്തിമമായും ആദ്യമായും അവരുടെ മാതാപിതാക്കൾ അതിന് ഉത്തരവാദികളാണ്. പിന്നെ ഉമ്മത്ത്. എല്ലാവരും ചെവിയിലും കാര്യം പറയാൻ പറ്റുമോ? സാധ്യമാണോ അത്? അവനവന്റെ വീട്ടിലെ സ്വന്തം മക്കൾ അവനെ നിയന്ത്രിക്കാൻ പറ്റണ്ടേ? എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും കള്ളു പൊട്ടിക്കുക എന്നൊക്കെ പറയാൻ നമ്മള് അതിപ്പോ നിസ്സാരമായി, കുറച്ച് കഴിഞ്ഞാൽ വളരെ ലാഘവമായി എല്ലാം വീട്ടിൽ നിന്ന് പൊട്ടിക്കുന്ന അവസ്ഥ വരും. അത് ഇപ്പോൾ ഹോട്ടലിലും പോയിട്ട് ആ കാര്യം ചെയ്യുന്നുണ്ടാവുക. പിന്നെ സ്വന്തം കൺമുമ്പിൽ പള്ളിന്റെ മുമ്പിൽ നിന്നൊക്കെ തുടങ്ങും. ഇത് നമുക്കത് കണ്ടില്ല. മുൻകറിനെ ഇൻകാർ ചെയ്യണ്ടേ? ഒരു തെറ്റല്ലേ? തെറ്റിനെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ മക്കൾക്ക് പറ്റാതെ പോയ എന്താവും? നിസ്കരിക്കാത്ത ഒരു വിഭാഗത്തെ ഖുർആൻ പറഞ്ഞു, അവര് സ്വന്തം ശരീരങ്ങളെ പിൻപറ്റുന്നവരാണ്. എന്താണ് പറഞ്ഞത്? എന്റെ ഇഷ്ടം. എന്താണ് ഇപ്പോഴത്തെ കുട്ടികൾ പറയാ? അതെന്റെ ഇഷ്ടം. Why should you be bothered about it? ഞാൻ ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ ചോദിക്കുക അല്ലേ? എന്താ മോളെ ഇത് ചെയ്യ? അതെന്റെ ഇഷ്ടമാണമ്മ, എനിക്കത് ഇഷ്ടമാണ്. അതിനാണ് ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് അടിമയായി. ഈ ശരീരം നമ്മൾക്ക് ശത്രുവാണ്. ഇതാണ് ഖുർആൻ പഠിപ്പിച്ചത്. നമ്മുടെ ഈ ശരീരം നിന്റെ ആത്മാവ് ചുമക്കാനുള്ള ഒരു വാഹനമാണ്. നിങ്ങൾ ബസ്സിൽ നിന്ന് കയറിയിട്ട് ട്രെയിനിൽ കയറും, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ കയറും അല്ലേ? ഭൂമിയിൽ നിന്ന് ഈ ബോഡി എടുത്തു വെച്ചിട്ട് വേറൊരു ബോഡിയിലേക്ക് കയറും ഖബറിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് ഖിയാമത്ത് നാളിലേക്ക് പോവുക. ഇത്